ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്രയിലാണ്. നമ്മളൊന്ന് വൈക്കം വരെ പോവുകയാണ്. വൈക്കം ക്ഷേത്രത്തിലൊന്ന് കയറണം. പിന്നെ നമുക്കൊരു പെരവാസ്തോലിയുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിനാണ് പോകുന്നത്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറുന്ന സമയത്ത് നല്ല തിരക്കുണ്ട്. ബോട്ടിൽ സീറ്റൊന്നും കിട്ടിയില്ല. അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു. പിന്നെ നിന്നാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പം നമ്മൾ അക്കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജങ്കാർ വന്നെടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ആദ്യം കാണിച്ചത്. അപ്പോൾ വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് ബോട്ടിൽ കയറിയത്. അപൂർവമായിട്ട് അങ്ങനെ കയറാറുള്ളൂ. അപ്പം നമുക്ക് എൻ്റെ മാമൻ്റെ മോള് കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത് വൈക്കത്താണ്. അപ്പോൾ അവർ വീട് വെച്ചിട്ട് പെരവാസ്തോലിക്ക് നമ്മളെ വിളിച്ചതാണ്. അപ്പോൾ പാലുകാച്ചി ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഫംഗ്ഷൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനും മോനുമാണ് വീട്ടിൽ നിന്ന് പോണത്. പിന്നെ അനിയത്തിയുണ്ട്, അനിയത്തിയുടെ മോനുണ്ട്, പിന്നെ എൻ്റെ അമ്മയുണ്ട് വീട്ടിൽ നിന്ന്. ഞങ്ങളെല്ലാവരും സ്റ്റാൻഡ് വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത്. അവരും അവിടെ സ്റ്റാൻഡിൽ വന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് പിന്നെ ബോട്ട് ജെട്ടിയിലോട്ട് വന്നത്. ഇതിപ്പോൾ ഈ കടവിൻ്റെ പേര് തവണക്കടവെന്നാണ്. തവണക്കടവിൽ നിന്നാണ് നമ്മൾ ബോട്ടിൽ കയറിയത്. നമ്മൾ അക്കരയിലേക്ക് പോകുമ്പോൾ ഇക്കരയിലേക്കൊരു ബോട്ട് വരുന്ന കണ്ടാ. അങ്ങനെ നമ്മൾ വൈക്കത്തെത്തി. അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. കുട എടുത്തില്ലായിരുന്നു. കുട എടുത്തിട്ട് തിരിച്ചു വെച്ചിട്ട് പോകുന്നതാണ് ഞാൻ. ഇനി നമ്മൾ അമ്പലത്തിലേക്ക് കയറിയാണ്. അമ്പലത്തിൻ്റെ കാണിക്ക മണ്ഡപമാണ് കണ്ടത്. ഇനിയിപ്പോൾ ആ മൂന്നുംകുടി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ നടയിൽ നിന്നാണ് അകത്തേക്ക് കയറാൻ പോണത്. ചെരുപ്പ് അവിടെ ഇട്ടിട്ട് വേണം അകത്തേക്ക് കയറി. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ വൈക്കത്ത് അമ്പലത്തിൽ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ വരുന്ന സമയത്തൊന്നും ഒരു 10:30 മണിയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ നല്ല വെയിലായിരുന്നു, നല്ല ചൂടുള്ള വെയിലായിരുന്നേ. അങ്ങനെ നമ്മൾ ഇനിയിപ്പം പുറത്ത് വന്നിട്ട് നമുക്ക് ചെരുപ്പിട്ടിട്ട്, പടിഞ്ഞാറ് നടയിലാണ് ചെരുപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ചെരുപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോയി ഓട്ടോയിൽ വേണം നമുക്ക് പെരവാസ്തോലി വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പോൾ കൂട്ടുകാരിൽ പലരും വൈക്കത്തമ്പലത്തിൽ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ടാണ് വന്നെങ്കിൽ അകത്ത് കയറി നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി. അകത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇന്ന് കല്യാണമുള്ള ദിവസവും കൂടെ ആയിരുന്നു. എങ്കിലും വൈക്കത്തപ്പനെ നന്നായിട്ട് കണ്ട് തൊഴാനൊക്കെ പറ്റി. ഒരുപാട് സന്തോഷം തോന്നിയൊരു ദിവസവും കൂടെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളിതേ തിരിച്ചിറങ്ങി ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡിലോട്ട് പോവുകയാണേ. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓട്ടോയിൽ പെരവാസ്തോലി വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ പാലുകാച്ചൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പാലുകാച്ചൊക്കെ കഴിഞ്ഞ ദിവസവും നമ്മളെ വിളിച്ചിട്ടില്ലായിരുന്നു. അത് നേരത്തെ അവർ വീട്ടുകാർ മാത്രമായിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് റിസപ്ഷനായിരുന്നു. അപ്പോൾ മാമൻ്റെ മോള് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ അങ്ങനെ എടുക്കണേ. അപ്പോൾ ഇവിടെ ഒരു തത്ത വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇവരുടെ വീട്ടിൽ വന്ന് കയറിയ തത്തയാണ്. അപ്പോൾ അവരൊരു കൂടൊക്കെ വാങ്ങിച്ചിട്ട് അതിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം അതിങ്ങനെ കൂട്ടിലിരിക്കുകയാണ്. ആഹാരവും വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മുറിയിലും നല്ല തിരക്കാണ്. ആൾക്കാരകത്ത് എല്ലാ മുറിയിലും ഒക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീടിൻ്റെ ഒരു വീഡിയോ എടുക്കാതിരുന്നതിൻ്റെ കാരണം അതാണ് കേട്ടോ. എല്ലായിടത്തും നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു റൂമിൽ ഈ റൂമിലെന്ന് വെച്ചാൽ അധികം തിരക്കില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ബിരിയാണി ഉണ്ടായിരുന്നു, ചോറും ഉണ്ടായിരുന്നേ. അപ്പോൾ അനിയത്തി ബിരിയാണി കഴിക്കത്തില്ല, അനിയത്തിക്ക് ചോറ് മതിയെന്ന് പറഞ്ഞിട്ട് ചോറാണ് വാങ്ങിയത്. അപ്പോൾ ഞാനും മോനും അനിയത്തിയുടെ മോനും ബിരിയാണി കഴിച്ചു. അമ്മ ഭക്ഷണം കഴിക്കാനിരുന്നത് ഞങ്ങളുടെ തൊട്ട് അപ്പുറത്തെ സീറ്റിലാണ്. മാമൻ്റെ മോളും ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം കൂടെ അവരുടെ വീട്ടിൽ പോയി നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് വർത്താനം പറഞ്ഞൊക്കെ അങ്ങനെ കുറച്ച് സമയമൊക്കെ ഇരുന്ന് പിന്നെ നമ്മൾ പോരാനായിട്ട് ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ജെട്ടിയിൽ വന്നിട്ട് ബോട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ്. തിരിച്ചു പോരുമ്പോഴും നമുക്ക് സീറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു, നല്ല തിരക്കായിരുന്നു. ബോട്ട് വിടാൻ പോകുന്ന സമയത്താണ് നമ്മൾ ഓടി വന്ന് കയറിയത്. അല്ലെങ്കിൽ പിന്നെ 1 മണിക്കൂർ നമ്മൾ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നിന്നിട്ടായാലും കുഴപ്പമില്ല, കയറി പോകാം, ഉച്ച സമയമല്ലേ, എത്രയും വേഗം വീട്ടിലെത്താമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു.
എനിക്കും അനിയത്തിക്കും ഒക്കെ ആദ്യം ബോട്ടിൽ കയറാൻ ചെറിയൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പതുക്കെ പതുക്കെ അങ്ങനെ മാറിയത്. അപ്പോൾ നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ കണ്ടത് വള്ളത്തിൽ ഇങ്ങനെ കക്ക വരാനായിട്ട് മത്സ്യത്തൊഴിലാളികളിങ്ങനെ കായലിൽ മുങ്ങി കക്ക വരത്തില്ലേ, അപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ നമ്മുടെ ബോട്ട് വന്ന് ഇവിടെ അടുപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ദേ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയാണ്. അപ്പോൾ ഞങ്ങളുടെ ബോട്ട് വന്ന സമയത്ത് തന്നെ ജങ്കാർ വന്ന് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജങ്കാറിൽ നിന്നും വണ്ടികളൊക്കെ ഇറങ്ങി പോയതിന് ശേഷം അടുത്ത ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് അവിടെ വണ്ടികളൊക്കെ കയറുന്നുണ്ട്, യാത്രക്കാരും ഒക്കെ കയറുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിലാണ് നമ്മുടെ വണ്ടി വെച്ചിരുന്നത്. നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിൽ വന്നു. പിന്നെ നമ്മുടെ വണ്ടി സ്കൂട്ടറിലാണ് നമ്മൾ പോന്നിരുന്നത്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ചായ ഇട്ടതാണേ. വളരെ ക്ഷീണിച്ചാണ് വന്നത്, നല്ല വെയിലുമായിരുന്നല്ലോ. അങ്ങനെ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ടാക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത്. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.